എല്ലാവർക്കും നമസ്കാരം. ശിവഗിരി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ന്യൂ ഇയറും ജാനുവരി 1 ഒക്കെ അവിടെ ഭയങ്കര ആളും തിരക്കും ഒരുപാട് പരിപാടിയും പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായാണ് പോയതും ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിച്ചതും. അത് വലിയൊരു അപകടത്തിലേക്കാണ് ശരിക്കും ഞാൻ എത്തിയത്. അപ്പോൾ ഒരു കാരണവശാലും ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാൻ പാടില്ല. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അത് ഒരു രേഖയിലൂടെ അത് നമുക്ക് കാണിച്ചു തരുമെന്നെങ്കിൽ സാറ്റലൈറ്റ് വ്യൂവും അല്ലാതെ ഒരു ഗ്രൗണ്ട് വ്യൂ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ സമയത്തും അത് ശരിയാവണം നിർബന്ധമില്ല. ഇന്ന് സംഭവിച്ചതെന്ന് പറയുന്നത് പോലീസ് ശിവഗിരിയുടെ ഫുള്ള് ഒരു 4 ഭാഗത്ത് വർക്കല ശിവഗിരി ആ ഏരിയ ഫുള്ള് ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് വണ്ടികളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് വിടണം. അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ വഴിയാണ് ഗൂഗിൾ കാണിക്കുന്നത്. എനിക്കത്ര വർക്കലയോട് വലിയ പരിചയമില്ലാത്ത വ്യക്തിയാണ്. അപ്പം ഗൂഗിളിൽ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ പറയുന്ന വഴി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അമ്പലത്തിന്റെ സൈഡിൽ കൂടെ താഴോട്ടൊരു വഴി കാണിച്ചു. അങ്ങോട്ട് പോയി. അതൊരു കുത്തരിറക്കമായിരുന്നു. ആ ഇറക്കം കഴിഞ്ഞാൽ നേരെ വലിയൊരു റോഡാണ്. അത് നേരെ കഴിഞ്ഞാൽ ശിവഗിരി മഠിലേക്ക് പോകുന്ന തരത്തിലായിരുന്നു ആ വഴി കാണിച്ചത്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കയറാമെന്ന രീതിയിൽ പോകുന്നു. വലിയൊരു കുത്തിറക്കം, നല്ലൊരു ഇറക്കമായിരുന്നു. ഒരു നല്ലൊരു ഡിഗ്രി, ഒരു 60 ഡിഗ്രി എങ്കിലും നല്ല ഒരു കുത്തിറക്കം, ആ ടൈപ്പിലൊരു ഇറക്കമായിരുന്നു. വണ്ടി ഇറങ്ങി ചെന്ന് നിൽക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു തോടിന്റെ ഫ്രണ്ടിൽ. ആ തോട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വലിയ റോഡാണ്. നേരെ മഠിലോട്ടേക്ക് എത്തും. ശിവഗിരി മഠ് ആ ഒരു മഠത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തും. അപ്പം സംഭവിച്ചതെന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഇറങ്ങി ആ തോടിന്റെ ഫ്രണ്ട് വരെ എത്തി. എന്നിട്ട് പിന്നെ തിരിച്ച് റിവേഴ്സ് എടുക്കേണ്ടി വന്നു. റിവേഴ്സ് എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പം ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമായിരുന്നു. അതിന് അത്രയും പവറിൽ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വന്നു. വണ്ടി സത്യം പറഞ്ഞാൽ കരിഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വണ്ടി കരിഞ്ഞൊരു സ്മെല്ല് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വണ്ടി കരിയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത്. വണ്ടി റിവേഴ്സ് പോകുന്നതിനും ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ട്രാൻസ്മിഷൻ ഫെയിലർ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് തന്നെ ഒരു അലേർട്ട് നമുക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലോട്ട് കയറ്റി റിവേഴ്സ് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോകാനായത്. തിരിച്ച് മുകളിലോട്ട് പോയതും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വണ്ടിക്ക് ഞാൻ ഫുൾ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർഫുൾ വണ്ടിയാണ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫുൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് പോലും വണ്ടി നമുക്ക് ആ കയറി പോവേണ്ട പവർ എത്താതെ പിന്നെയും ഞാനിരുന്ന് ആക്സിലറേഷൻ പിന്നും വെറുതെ ഫുള്ളായിട്ട് പോലും പിന്നും മാക്സിമം പവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് എൻ്റെ ഏറ്റവും മുകളിൽ എത്തി. അത്രയ്ക്ക് സ്റ്റീപ്പായിരുന്നു ആ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗൂഗിളിൻ്റെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഒരുപാട് അപകടങ്ങൾ നമ്മൾ കാണാറും കേൾക്കാറൊക്കെ ഉണ്ട്. ഗൂഗിളിനെ വിശ്വസിച്ച് ആൾക്കാർ പോകുമ്പോൾ വന്ന് കായൽ വീണു, അല്ലെങ്കിൽ തോട്ടി വീണു, അല്ലെങ്കിൽ അവിടെ വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഞാൻ. ഇത് കണക്ക് തോട്ടിൽ ജസ്റ്റ് വീഴാൻ പോയി, അതിൽ നിന്ന് ജസ്റ്റ് മിസ്സായിട്ട് തിരിച്ചു വന്നതാണ്. എനിവേസ്, ഇനി ഒരിക്കലും ഗൂഗിളിനെ വിശ്വസിക്കരുത്. ഇതെനക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഊട്ടിയിലും കൊടൈക്കനാലിലുമാണ്. 2 ഭാഗത്തും ഈ ഗൂഗിൾ നമ്മളെ ഭരിച്ചിട്ടുണ്ട്. രണ്ട് സമയത്തും നമ്മളെ വേറെ ഭാഗത്തൊക്കെ കൊണ്ടുപോയി വലിയ പ്രശ്നമാക്കിയതാണ്. അന്നേ ഞാൻ വിചാരിച്ചാണ് ഗൂഗിൾ ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. പക്ഷേ എഗെയിൻ നമുക്കൊരു അങ്ങ് വിശ്വസിച്ച് പോകും ഗൂഗിളിനെ. അപ്പം അതിലുണ്ടായ ചെറിയൊരു മിസ്റ്റേക്കാണ്. എനിവേസ്, അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ചെറിയ തോടാണ് രക്ഷപ്പെട്ടു. വേറെ വല്ല കായലോ അല്ലെങ്കിൽ വേറെ വല്ലതോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല ഫ്രണ്ടിൽ റോഡാണോ അതൊക്കെയാണോ. ഇന്നിപ്പം ചെറിയ തോടായതുകൊണ്ട് കല്ലൊക്കെ റിഫ്ലക്റ്റിൽ കണ്ടുകൊണ്ട് കല്ല് മനസ്സിലായപ്പോഴാണ് വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് തോടെന്ന് കണ്ടത്. ശരിക്കും അത് കഴിഞ്ഞ് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റിയ പാട് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഭയങ്കര ഒരു എക്സ്ട്രീം ഒരു അനുഭവമായിരുന്നു ലൈഫിൽ ഇന്നുണ്ടായത്. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും സൂക്ഷിക്കുക ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ.